അറിവും ആനന്ദവും പകർന്ന് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന മേളയ്ക്ക് വൻ വരവേൽപ്പാണ് മലപ്പുറം നൽകുന്നത്. ഈ മാസം 13-ാം തീയതി വരെയാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം. കോട്ടക്കുന്നിലെ 70,000 ചതുരശ്ര അടിയുള്ള നഗരിയിലാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള പുരോഗമിക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയുമായി 150ഓളം സ്റ്റാളുകളുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് അറിവുകൾ ഈ സ്റ്റാളുകളിലൂടെ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകളാണ് കാണാനായി എത്തുന്നത്. ബേസിക് വെപ്പണായിട്ടുള്ള 303 മുതൽ പിന്നെ നമ്മുടെ AK-47 വരെയുള്ള എല്ലാ വെപ്പണുകളും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെപ്പണെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. AK-47 ഇന്ത്യൻ വേർഷൻസ് ആയ ഗാദക്ക്, ടാറ്, അതുപോലെ ഇൻസാസ് ഇതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൾട്ടി-ഷെൽ ലോഞ്ചറുണ്ട്, SLR ഉണ്ട്, പമ്പാക്സ് ഉണ്ട്. ഗ്യാസ് ലീക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തൊട്ടടുത്ത ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുക, 101ലേക്ക് വിളിക്കുക. ഇന്ന സ്ഥലത്ത് എന്നെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ഉണ്ട്, ഒന്നുടനെ വരണമെന്ന് പറയാം. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അടുക്കളയിലെ വാതിൽ തുറക്കുന്ന സമയത്ത് ഇരുമ്പിന്റെ കുറ്റിയും കൊളുത്താണെങ്കിൽ അത് തുറക്കുന്ന സമയത്ത് സ്പാർക്ക് ഉണ്ടാവാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ ടവലോ ഒരു നനഞ്ഞ തോർത്തോ എടുത്ത് കുറ്റിയും കൊളുത്തും മാറ്റുക. അതിനുശേഷം സുരക്ഷിതമായിട്ട് വാതിൽ തുറക്കുക. 2. മൂന്നാമത്തേത്, വാതിൽ തുറന്ന് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്വിച്ച് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പാടില്ല. 4-മത്തേത്, വളരെ സുരക്ഷിതമായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യുക. 5-മത്തേത്, എല്ലാ വാതിലുകളും ജനാലകളും തുറന്നിടുക. 6-മത്തേത്, ഒരു നനഞ്ഞ ചാക്കോ തുണിയോ സിലിണ്ടർ ചുറ്റും മൂടുക. 7-മത്തെ പോയിന്റ്, ഈ റെഗുലേറ്റർ അങ്ങ് മാറ്റിവെച്ച് ലീക്ക് ചെയ്യുന്ന സിലിണ്ടറിനെ 2 പേർ കൂടി ചേർന്ന് വീടിന്റെ വെളിയിലേക്ക് വെക്കുക. ഉമ്മറത്തേക്കോ വെളിയിലേക്ക് വെക്കുക, സുരക്ഷിതമാക്കുക. ഇതാണ് ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ. ഇവിടെ തടവുകാർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ പെയിന്റിങ്ങുകളും അവരുടേതായിട്ടുള്ള ഒരു കയ്യെഴുത്തു മാസികയും ഈ സ്റ്റാളിൽ കാണാം. ലഹരിക്കും മാലിന്യത്തിനും എതിരെയുള്ള പാവനാടകമാണ് ഹയർ സെക്കൻഡറി വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. NSS യൂണിറ്റിലെ കുട്ടികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. സ്റ്റാളുകളെല്ലാം അടിപൊളിയാണ്. പിള്ളേർക്കെല്ലാം പഠിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ. നമുക്ക് ഉപകാരമുള്ള പല സംഭവങ്ങളും ഉണ്ട് അതിനകത്ത്. കുട്ടികൾക്കൊക്കെ മുമ്പത്തെ കാലത്തെ കുറിച്ചൊക്കെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. കൃഷിനെ കുറിച്ചാണെങ്കിലും മൺപാത്ര നിർമ്മാണം ഒക്കെ ലൈവായിട്ട് കാണാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമായി. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അവർ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന സ്റ്റാളാണ് ഒരു വിജ്ഞ. മറ്റേത് വിവിധ ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന സ്റ്റാളാണ്. അത് മൊത്തം അവർ ഹാപ്പിയാണ്. പിന്നെ നമ്മളെ ഫയർഫോഴ്സിൻ്റെ ഭാഗം ബേസിക് മറ്റേ ലൈഫ് സപ്പോർട്ട് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റാളുകൾ പൊതുവെ കുഴപ്പമില്ല, നല്ല ഇൻഫോർമേറ്റീവാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാളുകൾ തന്നെയാണ്. അവർക്കുള്ള സേവനങ്ങൾ ഒരു കൊടക്കേൻ്റെ ഉള്ളിലായിട്ട് അവർക്ക് കിട്ടാവുന്ന തന്നെയാണ്. ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുകയാണ് മൺചട്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നതും. നമുക്ക് നോക്കി മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. ഒരുപാട് അറിവ് നേടാൻ പറ്റി. വിനോദവും വിജ്ഞാനവുമായിട്ടുള്ള ഒരു ഷോയാണ് നടക്കുന്നത്.
ഫയർഫോഴ്സിന് തന്നെ നല്ലപോലെ തന്നെയാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഗ്യാസിൻ്റെ എങ്ങനെ അത് തീ പടരുന്നത് എങ്ങനെ കാര്യങ്ങളെല്ലാം കറക്റ്റിന് അവർ പറഞ്ഞു തരുന്നുണ്ട്.